അല്ലേ ഇതുപോലൊരു സംഭാരം നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തൈര് ഉണ്ടാക്കാനും എല്ലാം ഉള്ള നല്ല അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്ലീനിങ് പണികളൊക്കെ വളരെ എളുപ്പമാക്കാൻ പറ്റിയ കിടിലൻ ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഒരു മൺകലം എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകി അതൊന്ന് ഗ്യാസിൽ വെച്ച് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ കളയുക. എന്നിട്ട് പാലെടുത്തതിന് ശേഷം നല്ലതുപോലെ അത് തിളപ്പിക്കണം. ഒരു 5-10 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ച് നേരിയ ചൂടോടുകൂടി ഈ ഒരു മൺകലത്തിൽ കുറച്ച് തൈരിൻ്റെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരിയ ചൂടോടുകൂടി ഈ പാൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ മൂടിയതിന് ശേഷം നിങ്ങൾ കുക്കറിൽ നേരിയ ചൂടോടുകൂടി വെള്ളം എടുത്തതിന് ശേഷം ഒരു പാത്രം അതിൻ്റെ മേളിൽ വെച്ച് കൊടുത്തതിന് നമ്മൾ ശരിക്കും നമുക്ക് മൂടി കൊണ്ട് അടക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രമാണ് അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ വിസിലിട്ടതിന് ശേഷം 1 മണിക്കൂർ നിങ്ങൾ വെച്ചാൽ മതി. നല്ല കട്ട തൈര് കിട്ടുന്നതാണ് കേട്ടോ. ഇതിൽ കൊഴുപ്പൊന്നും അധികം ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നമുക്കതിൽ മാറ്റാനൊന്നും കൊഴുപ്പുണ്ടാവില്ല. പക്ഷേ നമുക്ക് പുളിയില്ലാത്ത, നമുക്കിപ്പോൾ സംഭാരമൊക്കെ കുടിക്കുമ്പം പുളിയില്ലാത്ത തൈരാണല്ലോ ടേസ്റ്റ്. അപ്പോൾ അത് നമുക്ക് വെറും 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, ഉള്ളി, നമ്മളുടെ കാന്താരി, കറിവേപ്പില ഇവയെ ചതച്ചതിന് ശേഷം ഈ ഒരു തൈര് ഒഴിച്ചതിന് ശേഷം നമുക്ക് അടിച്ചെടുത്താൽ നല്ല കിടിലൻ, നമ്മൾ മറ്റുള്ള ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും ഹെൽത്തിന് വളരെ നല്ലതും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയ്ക്കുവാനും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ നമ്മളുടെ വെളുത്തുള്ളി പെട്ടെന്ന് ഇപ്പോൾ ഈ ചൂടത്ത് പൂത്തു പോകാറുണ്ട് അല്ലേ, അത് ചുങ്ങിപ്പോകുക, അതുപോലെ തന്നെ ഒരു കറുപ്പ് പൂപ്പൽ വരിക. ഈ ചൂട് കൂടുമ്പോൾ വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ ചീത്തായി പോകും. അപ്പോൾ അതങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു മൺചിരാത് എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ അതൊന്ന് നല്ലതുപോലെ ക്ലീനാക്കി എടുക്കണം കേട്ടോ. ക്ലീനാക്കി എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യാവുള്ളൂ. ഇങ്ങനെ അതിൻ്റെ ആ തോലൊക്കെ, പുറമേയുള്ള തോലുകളൊക്കെ കളഞ്ഞ് അടത്തിയെടുത്ത് നമ്മളൊന്ന് വെയിലത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു മൺചിരാത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ മാസങ്ങളായാലും വെളുത്തുള്ളിക്ക് യാതൊരു കുഴപ്പമില്ലാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഒരു 4 മെഴുകുതിരി എടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഒടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരിയ മെഴുകുതിരി ആയതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. കട്ടിയുള്ളതാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നേരിയ തീയിൽ ഇതൊന്ന് മെൽറ്റായതിന് ശേഷം നമ്മൾ ആ ഒരു തിരി എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ഐഡിയയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഈവൻ വിക്സ് വരെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ നമ്മളുടെ ഗ്രാമ്പു ആണ് ചേർത്തേക്കുന്നത്. ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒരു ബോട്ടിലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ തിരി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വിക്സൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ജലദോഷമുള്ള സമയത്തൊക്കെ നമ്മൾ റൂമിൽ ഇതൊന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ അവർ നമ്മൾ നെബുലൈസേഷനും അതുപോലെ തന്നെ വിക്സ് തേക്കാനൊന്നും സമ്മതിക്കില്ലല്ലോ. ഇപ്പോൾ ഇവിടെ എൻ്റെ മോൻ അങ്ങനെയൊന്നും സമ്മതിക്കൂല, പേടിയാണ്. അപ്പം നമ്മൾ ആ ഒരു കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ആ ഒരു തിരി കത്തിച്ച് വെച്ചാൽ ആ ഒരു വിക്സിൻ്റെ എഫക്റ്റും അവരുടെ മൂക്കടപ്പ് മാറുവാനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ ഇത് ഗ്രാമ്പ് തൊട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമ്മളുടെ ഇത് നമ്മൾ സന്ധ്യാസമയങ്ങളിൽ കത്തിച്ച് വെക്കുകയും അല്ലെങ്കിൽ ചെറിയ കണ്ണീച്ച പ്രാണികൾ ഉള്ള സമയങ്ങളിൽ ഇതൊന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ശല്യമൊക്കെ പോകുവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചക്കയൊക്കെ ഉണ്ടാകുന്ന സീസണാണ്, മാങ്ങ ഇവയൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങുമ്പോൾ തന്നെ ഈച്ചയുടെ ശല്യം അതുപോലെ കണ്ണീച്ചയുടെ ശല്യമൊക്കെ വളരെ അധികമല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. കണ്ണീച്ചൻ്റെ ശല്യമൊക്കെ പോയി കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. ഇതൊന്ന് കത്തിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പല്ലേ. അടുത്തായിട്ട് നമ്മളുടെ ഇതുപോലുള്ള ഫർണിച്ചറിലൊക്കെ നമുക്ക് തുണി നമ്മളുടെ വെള്ളം കൊണ്ടൊന്നും തുടക്കാനായിട്ട് സാധിക്കില്ലല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു തെർമോക്കോൾ എടുത്തതിന് ശേഷം കഷ്ണിച്ച് എടുക്കുക. വളരെ അധികം പൊടി പിടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ക്ലീനായി കിട്ടും. എന്നിട്ട് നമ്മൾ ഇതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ ആ ഫർണിച്ചറിൻ്റെ ഭംഗിയും പോവില്ല, പോളിഷും പോവില്ല, നല്ല പുതുപുത്തനായിട്ട് നല്ല പൊടി പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. ഇതുപോലുള്ള
നമ്മളുടെ വാതിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം. അതുപോലെ നമ്മളുടെ അടുക്കളയിലുള്ള മെഴുക്കിൻ്റെ അംശം കളയാനായിട്ടും ഈ ഒരു തെർമക്കോൾ കൊണ്ട് നമ്മളിപ്പം മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൊണ്ട് നമ്മൾ തുടക്കുകയാണെങ്കിൽ 3-4 വെള്ളത്തിൽ നമ്മൾ തുടക്കണം. പിന്നെ ആ തുണി കഴുകിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ നമുക്ക് ഇതുപോലെ ഒരു തെർമക്കോളിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ആ മെഴുക്ക് നിഷ്പ്രയാസം നമുക്ക് കളയാനായിട്ട് സാധിക്കും കേട്ടോ. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുണി കഴുകുന്ന ബുദ്ധിമുട്ടോ അത് 2-3 പ്രാവശ്യം തുടക്കുന്ന ബുദ്ധിമുട്ടോ ഇല്ലാതെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അടുത്തായിട്ട് ഇതുപോലെ അടിപിടിച്ച പാത്രങ്ങളിൽ 2 സാധനങ്ങൾ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. നമ്മളുടെ ഉപ്പും വിനാഗിരിയും അതൊന്ന് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കഴുകിയെടുത്താൽ നല്ല ക്ലീൻ സോപ്പ് പൊടിയോ സോപ്പോ ഒന്നും ആവശ്യമില്ല. ഉപ്പും വിനാഗിരിയും മാത്രം മതി. നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുന്നതാണ്. നല്ല പളപള വെട്ടി തിളങ്ങാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ പുൽച്ചൂല് മേടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതിൻ്റെ ആ ഒരു തരി പോലുള്ള ആ ഒരു അത് പുല്ലിൽ നമ്മൾ പുൽച്ചൂലാണ് ഏറ്റവും നല്ലത് നമ്മൾ വീട് അടിച്ചു വരാനായിട്ട്. പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് നമുക്ക് വാങ്ങാനും ഭയങ്കര മടിയാണല്ലേ. എന്നാൽ ഈ പൊടി തീരുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ചൂല് ചീത്തായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ പുല്ലില്ലാതെ തന്നെ ചൂല് നല്ല രീതിയിൽ ഈട് നിൽക്കാനായിട്ട് ഇതുപോലെ ചെയ്യുക കേട്ടോ. നമ്മൾ ആ ഒരു കവറിൽ തന്നെ ഇട്ടതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു കോല് കൊണ്ട് നല്ലതുപോലെ ഇത് ഞാൻ ചെയ്ത് കാണിച്ച പോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് ഒരു സ്പോഞ്ചിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതുകൊണ്ട് ഒന്ന് റബ്ബ് ചെയ്യുക കേട്ടോ. സ്പോഞ്ച് തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും അതിലുള്ള നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ തന്നെ ഒരു 75% അതിൻ്റെ പുല്ല് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു മെത്തേഡും കൂടെ ചെയ്യുമ്പോഴത്തേ അത് പൂർണ്ണമായിട്ട് അതിലുള്ള പുല്ലിൻ്റെ ആ ഒരു അംശം പോയിട്ടുണ്ടാവും കേട്ടോ. നല്ല പോലെ തന്നെ പോയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ചൂല് നല്ല എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ ഈട് നിൽക്കാനും ഇതുപോലെ ചെയ്യാം. 2-3 കർപ്പൂരം എടുക്കുക. കുറച്ച് നമ്മളുടെ പൗഡർ എടുക്കുക. മുഖത്തിടുന്ന പൗഡർ ഡേറ്റ് കഴിഞ്ഞതാണെങ്കിലും ചെയ്യാവുന്നതാണ്. ഈ ചൂലിലൊക്കെ ബാഡ് സ്മെല്ല് ഉണ്ടാവുക, ഒരു ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്യുക. ചൂലിന് യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. അതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മൾ കഴുകി ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചൂല് ചീത്തായി പോവുകയും നമുക്ക് പെട്ടെന്ന് അത് ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതുപോലെ ചെയ്താൽ ഈടും നിൽക്കും. അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ തന്നെ നല്ല നമുക്ക് പുതുപുത്തനായിട്ട് ഉപയോഗിക്കുന്ന കാലം വരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഉപയോഗിക്കാത്ത ഒരു പാത്രമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈനോ ആണ്. ഈനോ നമുക്ക് ഇതിനു മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ട് എന്തിനൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ സാധിക്കുന്നത്. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അവിടെ പോയി ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് കംഫോർട്ടാണ് കേട്ടോ. കംഫോർട്ടും ഈനോയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സ്പൂണോ അല്ലെങ്കിൽ വുഡൻ സ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കാത്ത പാത്രവും സ്പൂണൊക്കെ വേണം ഇതിന് ഉപയോഗിക്കാനായിട്ട്. നമുക്ക് പിന്നെ വേണ്ടത് ഹാർപ്പിക്ക്, റോസ് കളറ് ഹാർപ്പിക്കില്ലേ, ബ്ലൂ അല്ല കേട്ടോ. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ലോഷനാണ്. പക്ഷെ നമ്മളിത് എപ്പോഴും ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഡയറക്റ്റ് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ടൈല് പെട്ടെന്ന് ചീത്താകാനും ബാത്റൂമിൻ്റെ ഒരു പുതുമ തന്നെ നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ കംഫോർട്ടും ഈനോയും ചേർത്തതിന് ശേഷം ഒരു 2 ആഴ്ച കൂടുമ്പോൾ ബാത്റൂം ഇതുപോലെ കഴുകി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും. ബാത്റൂം മാത്രമല്ല കേട്ടോ, നമുക്ക് വീട് ഫ്ലോറ് തുടക്കാനും വളരെ നല്ലതാണ്. നമ്മൾ വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട് നമ്മളുടെ റൂമിൻ്റെ ടൈലുകൾ ക്ലീൻ ചെയ്യാനാണ്. നമ്മൾ വീട്ടിലുള്ള ബാത്റൂം അല്ലാതെ റൂംസിൻ്റെ നമ്മൾ ടൈല് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യുക കേട്ടോ. 1.5 കപ്പെങ്കിലും വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് മാസത്തിൽ ഒരിക്കൽ നമ്മൾ അതുപോലെ ഫ്ലോർ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പുത്തനായിട്ട് ഇരിക്കും. പോളിഷ് ചെയ്ത പോലെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും. കറകളും അതുപോലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ക്ലീനായി കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബാത്റൂമിലെ ഫ്ലോർ ആണെങ്കിലും നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബാത്റൂമിൻ്റെ ആ ഒരു ഫ്ലോറൊക്കെ നനച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒന്നും വേണ്ട, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ വെക്കേഷൻ ടൈം വരികയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ ഒരു 100 പ്രാവശ്യം ബാത്റൂമിൽ കയറി ഇറങ്ങും അല്ലേ.
എത്ര കഴുകിയിട്ടാലും ക്ലീനായി കിടക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ കഴുകിക്കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബാത്റൂമിൽ വോൾ ടൈൽ നമുക്ക് ഇത് ക്ലീൻ ആക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. നമ്മൾ ഉരക്കാനും പിടിക്കാനും അന്നത്തെ ദിവസം നമ്മളുടെ കൈയുടെ എന്താണ് പറയുക, വേദന സഹിക്കാൻ പറ്റില്ല. അത്രയും നമ്മൾ ആ ഒരു ടൈൽ കഴുകിയെടുക്കുമ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ വൈപ്പർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പാഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പക്ക കോട്ടൺ പാഡ് എടുക്കുക. മറ്റേ മോഡല് പാഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിട്ട് ക്ലീൻ ആകില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വൈപ്പറിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു ലിക്വിഡ് നമുക്ക് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറേ വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല, നമ്മൾ കുറേ ഇട്ട് ഉരക്കേണ്ട കാര്യം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ബാത്റൂം കഴുകണ ദിവസം നമ്മൾ വെള്ളവും ടാങ്കിലെ തീരും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്താൽ മതി. ഇത് വളരെ അധികം അഴുക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ വളരെ കുറവാണെങ്കിൽ സ്പ്രേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നല്ലതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എല്ലായിടും ഈവണായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റേ ആ ഒരു വൈപ്പർ കൊണ്ട് വൈപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല ക്ലീനായി കിട്ടുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. നമ്മളുടെ ടൈലൊന്നും ചീത്താകുകയില്ല കേട്ടോ. വളരെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. കണ്ടില്ലേ, നല്ല പോലെ തന്നെ അഴുക്ക് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കുട്ടികൾ ക്ലോസറ്റിൽ പോയാൽ ഫ്ലഷ് ചെയ്യാതെ വളരെ ബാഡ് സ്മെല്ലും ഉണ്ടാകും. അതുപോലെ തന്നെ പെട്ടെന്ന് കറ പിടിക്കുമല്ലേ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യുക കേട്ടോ. ഒരു കുപ്പി എടുക്കുക, അതിലേക്ക് ഒരു പാക്കറ്റ് ഈനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈനോ കുറേ പ്രാവശ്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന്. മെഡിക്കൽ ഷോപ്പിൽ, എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്നതാണ് കേട്ടോ. 10 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. 10 രൂപക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കൊരു മാസത്തേക്ക് നമ്മൾ ക്ലോസറ്റ് കഴുകേണ്ട ആവശ്യമേ ഇല്ല. അതിലേക്ക് നമ്മൾ 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 3 ഗ്ലാസ്സാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ കുപ്പിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അടുത്തായിട്ട് കംഫോർട്ട് തന്നെ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ പിങ്ക് ഹാർപ്പിക്കാണ്. അത് ഞാൻ പറഞ്ഞു, വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല ഒരു പ്രൊഡക്റ്റ് തന്നെ. പക്ഷേ ഡയറക്റ്റ് നമ്മൾ എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമായിട്ട് വരും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഈ ഒരു ഹാർപ്പിക്ക് ഒഴിച്ചിട്ടുള്ളൂ, പിങ്ക് ഹാർപ്പിക്ക്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഓട്ടയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഭാഗത്ത്. എന്നിട്ട് ഇതുപോലെ ഫ്ലഷ് ടാങ്കിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഓരോ ഫ്ലഷിനും നല്ല സ്മെല്ലും ഉണ്ടാവും, കറ പിടിക്കുകയില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. വെക്കേഷൻ ടൈമിൽ 100% നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും കേട്ടോ. എപ്പോഴും ക്ലോസറ്റും ബാത്റൂമും ഒന്നും കഴുകണ്ട. എല്ലാ ടിപ്സുകളും ചെയ്ത് നോക്കാം. വളരെ ഉപകാരപ്രദമായ വീഡിയോ എന്ന് തോന്നിയാൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.